കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. ക്ലാച്ചേരി സ്വദേശി എൽദോസ് ആണ് മരിച്ചത്. വിവരങ്ങൾ നൽകാൻ അർച്ചന വിനോദ് ചേരുകയാണ്. അർച്ചന, അതിദാരുണമായ ഒരു സംഭവമാണ്. എന്താണ് വിവരങ്ങൾ? അജിത, രാത്രിയോടെയാണ് കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചത്. ക്ലാച്ചേരി സ്വദേശി എൽദോസ് ആണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് അദ്ദേഹം ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. സ്ഥലത്തിപ്പോൾ നാട്ടുകാരുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൃതദേഹം അവിടെ നിന്നും എടുക്കാൻ നാട്ടുകാർ അനുവദിച്ചിട്ടില്ല. എന്തായാലും അവരുടെ പ്രതിഷേധം വനംവകുപ്പുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും മൃതദേഹം മാറ്റുക. എന്തായാലും റോഡ് അരികിലാണ്, ക്ലാച്ചേരി റോഡിന് സമീപമാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടാന ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു അക്രമം ഉണ്ടാവുകയും വീണ്ടും ഒരാൾ മരണപ്പെടുകയും ചെയ്തത്. അർച്ചന, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സമയം മാത്രമേ ആയിട്ടുള്ളൂ, അതായത് ഒരുപാട് രാത്രി ആയിട്ടില്ല. അർച്ചന പറഞ്ഞതുപോലെ റോഡരികിലാണ്, അതായത് ജനവാസ മേഖലയാണ്. അപ്പോൾ ഈ ജനവാസ മേഖലയിൽ പോലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അതായിരിക്കണം നാട്ടുകാരും ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോകാൻ കാരണം. മുൻപ് ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും തരത്തിൽ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാട്ടാനയുടെ ശല്യം ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മേഖലയാണോ ഇത്? തീർച്ചയായും സമീപ ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിൽ കാട്ടാനശല്യം രൂക്ഷമാണെന്നാണ് നാട്ടുകാർ ഇത് സംബന്ധിച്ച് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധം നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ കോതമംഗലത്ത് തന്നെ ഒരു പെൺകുട്ടി മരണപ്പെടുകയുണ്ടായത്. കാട്ടാന മറിച്ചിട്ട പന ദേഹത്ത് വീണായിരുന്നു ഇത്തരത്തിൽ അപകടം ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു കാട്ടാനാക്രമണം ഉണ്ടാകുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്ഥലത്തിപ്പോൾ പ്രദേശവാസികൾ വലിയ രീതിയിലൊരു പ്രതിഷേധവുമായി ഘടിപ്പിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തുണ്ട്. എന്തായാലും വൈകിട്ട് 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. അർച്ചന, അതായത് മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുന്നു എന്നാണോ? മൃതദേഹം മാറ്റാൻ സമ്മതിക്കാതെ പരിഹാരം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണോ ഇപ്പോൾ അവിടെ നടക്കുന്നത്? നിലവിൽ സമീപവാസികൾ അങ്ങനെയാണ് പറയുന്നത്. മൃതദേഹം ഇവിടെ നിന്നും എടുക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇത്തരത്തിൽ പ്രദേശവാസികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും മൃതദേഹം അവിടെ തന്നെ മാറ്റാൻ കഴിയാതെ നിൽക്കുകയാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരുമായി സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഒരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടതിന് ശേഷമാണ് എടുക്കാൻ കഴിയൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. അക്ഷിത, ജനവാസ മേഖലയല്ലേ അർച്ചന? സ്ഥിരമായ ആളുകളൊക്കെ പോകുന്ന വഴിയാണോ ഇത്? അതെ, ക്ലാച്ചേരി റോഡിന് തൊട്ടടുത്താണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് തൊട്ടടുത്തെല്ലാം തന്നെ ഇത്തരത്തിൽ വീടുകളും വാഹനങ്ങളെല്ലാം പോകുന്ന റോഡ് കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങി ഇത്തരത്തിൽ അക്രമം ഉണ്ടാകുകയും ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയതായാണ് നാട്ടുകാർ ഇത് സംബന്ധിച്ച് പറയുന്നത്. അതിനിടെ ഇത്തരത്തിലൊരു മരണം കൂടി ഉണ്ടാകുമ്പോൾ അവരുടെ വികാരം കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും സ്ഥലത്ത് അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങൾ അടക്കം എത്തിയിട്ടുണ്ട്. അവരെല്ലാമായി സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം അവിടെ നിന്നും എടുക്കുമെന്നാണ് സമീപവാസികൾ പറയുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഏകദേശം 8 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു കാട്ടാനാക്രമണം ഉണ്ടാകുന്നത്. സ്ഥലത്തേക്കെല്ലാം തന്നെ ആളുകൾ പോകുന്ന വഴിയാണ്. അത്തരത്തിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. മാത്രമല്ല അടുത്തൊക്കെ വീടുകളുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായത്. ഒരു യുവാവ് ഇപ്പോൾ മരിക്കുകയും ചെയ്തത്. അക്ഷിത. ശരി, അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്ത് നിന്നാണ് അതിദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെയാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. നിലവിൽ അവിടെ പ്രതിഷേധം തുടരുകയാണ്. മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർച്ചന വിനോദ്.